വളരെ വലിയ വിൽപ്പന സമ്മർദ്ദത്തോടെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ ഈ വിൽപ്പന സമ്മർദ്ദം തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി വിപണി നഷ്ടത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അടുത്ത കാലത്തൊന്നും വിപണിയിൽ ഉണ്ടാവാത്ത തരത്തിലുള്ള വലിയൊരു വിൽപ്പനയിലൂടെ വിപണി നീങ്ങുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആഭ്യന്തര ഘടകങ്ങൾ തന്നെയാണ്. ഇവിടെ ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയും ഒരു പരിധിവരെ നമ്മുടെ വിപണിയെ സാരമായി ബാധിക്കുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങളും ചില സമയത്തെങ്കിലും വിപണിയുടെ വിൽപ്പനയ്ക്ക് കാരണമാകുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം US ഉക്രൈൻ ചർച്ചയിലുണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ വലിയ തോതിൽ US വിപണിയെയും നഷ്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒരുക്കിയിരുന്നു. എന്നാൽ US വിപണി വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ആ നഷ്ടം തിരിച്ചു കയറിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 22,000 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് ഏറ്റവും പ്രധാനം. ആ ഒരു നിലവാരത്തിലേക്ക് താഴേക്ക് നീങ്ങി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത നിലവാരം എന്ന് പറയുന്നത് 21,000 എന്ന നിലവാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു നിക്ഷേപ താല്പര്യമുണ്ടായിരിക്കുമെന്നും ഏതെങ്കിലും തരത്തിൽ വിപണിയിൽ ഇപ്പോഴത്തെ ഒരു താഴ്ന്ന നിലവാരത്തിൽ നിക്ഷേപകർ നിക്ഷേപിക്കാനുള്ള ഒരു താല്പര്യം കാണുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയാണ്. അവർ ഏത് രീതിയിൽ വിപണിയിൽ ഇനി വിൽപ്പനയെ തുടരുന്നു എന്നതിനനുസരിച്ചായിരിക്കും വിപണിയിൽ ഉണ്ടാകുന്ന അടുത്ത നീക്കങ്ങൾ. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ആഗോള സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം മെച്ചപ്പെട്ടതായതുകൊണ്ടും ഇന്ന് ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിൽ വ്യാപാരം നടക്കുന്നതുകൊണ്ടും ഇവിടെ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.